ഹായ്. ഹായ്, ഹലോ. ഒരു സമകാലിക പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. ആ ഷോർട്ട് കണ്ട് ചിലപ്പം വീഡിയോസ് കാണാൻ വരുന്നവര് വീഡിയോസായിട്ട് എന്തെങ്കിലും പറയണ്ടേ? എന്തെങ്കിലും എന്നല്ല, ഒരു ചെറിയൊരു വിഷയമാണ്. ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോസ് ചെയ്യുമ്പം ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫേസ് പതുക്കെ കാണിക്കുന്നുണ്ട്. നമുക്കിപ്പം നമ്മളിന്ന റിലീജിയനിൽ പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയല്ലേ, അല്ലെങ്കിൽ ഒരു മനുഷ്യനല്ലേ. നമുക്കും വീഡിയോസ് ചെയ്യണം, മറ്റുള്ളവരെ പോലെ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പം അതൊന്നും പുറത്ത് കാണിക്കാൻ ആ ആഗ്രഹങ്ങളൊന്നും കമ്മോട്ടാക്കാതെ കുറച്ച് പേരൊക്കെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒതുങ്ങിയിരിക്കേണ്ട കാര്യമില്ല. നമുക്കെന്ന് പറഞ്ഞാൽ എന്നെയാ കേട്ടോ. കാരണം എൻ്റെ ഫാമിലി വളർത്തിക്കൊണ്ട് വന്ന രീതിയും അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ അടിയിലും കമൻസ് കുറേ കാണും. നീനെ എങ്ങനെയായിരിക്കും വളർത്തിയ. ഞാൻ ഉദ്ദേശിച്ചത് കമൻസിനെ കുറിച്ചാണ്. കമൻസ് വളരെ മോശമായിട്ട് വരുന്നുണ്ട് ചില കമൻസൊക്കെ. അപ്പം എനിക്കത് പ്രതികരിക്കാതെ പറ്റുന്നില്ല. ഫേസ്ബുക്കിൽ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. യൂട്യൂബിൽ അധികം ഇട്ടിട്ടില്ല, എൻ്റെ ഫേസ് കാണിച്ചിട്ടൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഒരു ഹൗസ് വൈഫാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ടോ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വീഡിയോസ് നമ്മൾ വൾഗറായിട്ടോ ഒന്നും നമ്മൾ വീഡിയോസ് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫാമിലി വീഡിയോസ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഓരോരോ അവരുടെ മെമ്മറീസ്, അല്ലെങ്കിൽ നമ്മൾ ഈ യൂട്യൂബും ഫേസ്ബുക്കൊക്കെ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ അവരുടെ ആ ഒരു മെമ്മറീസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് കുറേ ആൾക്കാരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതിപ്പം ഇത്രയും AI സംവിധാനങ്ങളൊക്കെ വന്നു നമ്മുടെ നാട്ടിലല്ലേ. റോബോട്ടുകളെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനൊക്കെ തുടങ്ങി. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പം കൂടുതലും നമ്മളൊക്കെ ചെയ്യുന്നതിൽ എതിർക്കുന്നത് ആൾക്കാർ. ഇനിയിപ്പോൾ റോബോട്ട് ഉണ്ടല്ലോ, എന്തിനാണ് മനുഷ്യർ, അല്ലെങ്കിൽ ഓരോ വ്യക്തിബന്ധങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും ഈ ഒരു ഫോണും ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയാസൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കും ഓരോ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ഹൗസ് വൈഫ് അതുപോലുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു ആശ്വാസമാണ് അല്ലേ. വീഡിയോസ് ചെയ്യാനും വീഡിയോസ് കാണാനും, അല്ലെ കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ ആണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇപ്പം നല്ല ഒരു 50 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണ് അതൊരു റിലീഫാണ്. കാരണം അവർക്ക് വീട്ടിലൊന്നും ചെയ്യാനില്ല, അവർ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയത്ത് ഫോണൊരു നല്ലൊരു റിലീഫാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാം. തെറ്റായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ലതായിട്ട് ചെയ്യുന്നവരെയും കൂടെ അതിൽ ഉൾപ്പെടുത്താതെ ഈ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് എൻകറേജ് ചെയ്തൊക്കെ വിട്ടൂടെ. എന്തിനാ ഈ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നത്? അതൊക്കെ മോശമുള്ള കാര്യമല്ലേ. അപ്പോൾ അത് പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. ഓക്കെ, വേറൊന്നുമില്ല. ചുമ്മാ ഇപ്പം പറയണം തോന്നി, അതുകൊണ്ട് അപ്പം തന്നെ പറഞ്ഞു. അപ്പം തന്നെ ഫോൺ എടുത്ത് അപ്പം തന്നെ പറഞ്ഞു. ഓക്കെ ദെൻ ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ എല്ലാവരും. ബൈ.